എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള പാഠാവലിയിലെ മലയാളം ഫസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള സുകൃതഹാരങ്ങൾ എന്ന കാവ്യഭാഗമാണ്. ആരാത് എഴുതിയത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ആരാണ് എഴുതിയത്? കുമാരനാശാനാണ് അല്ലെ? കാലത്തിനതീതമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറത്തും അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ നിലനിൽക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ആശാന്റെ കൃതിയാണ് ഇത്, ചണ്ടാല ഭിക്ഷുകി. ഈ ചണ്ടാല ഭിക്ഷുകിയിലുള്ള വരികളാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് ആര്? കുമാരനാശാൻ. ആശയഗംഭീരനെന്നും സ്നേഹഗായകനെന്നും മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട കവി എന്നങ്ങനെ ഒരുപാട് ലേബലുകളിൽ, വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടെയാണ് ആര്? കുമാരനാശാൻ. ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചും അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചൊക്കെ നമുക്ക് കേട്ട് വന്നിട്ടുള്ള ആളുകളാണ് നമ്മളെ. അപ്പൊ ആശാന്റെ വളരെ പ്രധാനപ്പെട്ട കാവ്യമായ ചണ്ടാല ഭിക്ഷുകിയിലെ ഒരു ഭാഗമാണ് നമ്മുടെ സുകൃതഹാരങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് അപ്പുറത്താണ് നമ്മുടെ ചണ്ടാല ഭിക്ഷുവിലെ കഥ നടക്കുന്നത് കേട്ടോ. പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തില് അന്ന് വളരെ എന്താ പറയാ അല്ലെ, ഒരു വലിയ ഒരു എന്താ പറയാ നമ്മളുടെ അല്ലെ വരൾച്ച ഉണ്ടാവണോ, അപ്പൊ ആളുകളെല്ലാം വെള്ളം കിട്ടാതെ വലയാണ്, ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ അല്ലെ വെള്ളം കിട്ടാതെ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ദിവസം ഒരു വഴിയരികില് ഒരു കിണറ്റിന്റെ കരയിൽ നിന്ന് ഒരു പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി, മാതങ്കി എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യാണ്, കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരുകയാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഒരു അല്ലെ ബുദ്ധഭിക്ഷു എന്ത് ചെയ്യുന്നത്, അനന്തൻ എന്ന് പറയുന്ന ഒരു ബുദ്ധഭിക്ഷു വരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വെള്ളം ചോദിച്ചിട്ട് വരികയാണ്, ദാഹിച്ചു വരികയാണ് കേട്ടോ ആനന്ദൻ. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മാതങ്കിയെ കാണുകയാണ്. ആ ഒരു പശ്ചാത്തലമാണ് നമ്മുടെ ഈ ഒരു കവിതയ്ക്ക് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കവിത എന്ത് ചെയ്യുന്നത്, നമുക്ക് പഠിക്കാനുള്ള ഭാഗം തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആനന്ദൻ വരുന്ന സമയത്ത് എന്താ ചെയ്യണേ, ഈ നമ്മുടെ സുന്ദരിയായ മാതങ്കി ഇങ്ങനെ വെള്ളം കോരുകയാണ്. തുമതേടും തൻ പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറ് വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ ശ്രീമാന ഭിക്ഷു വങ്ങു ചെന്നർത്ഥിച്ചാൻ അല്ലെ. അപ്പൊ ആനന്ദൻ നോക്കുന്ന സമയത്ത് തുമതേടും തൻ പാള അല്ലെ, പാള ഇങ്ങനെ കിണറ്റിലേക്ക് ഇട്ട് ഓമൽ കൈകൾ കൊണ്ട് എന്ത് ചെയ്യാണ്, ആ കയറിങ്ങനെ വലിച്ച് കോമളാങ്കി അല്ലെ, സുന്ദരിയായിട്ടുള്ള മാതങ്കി എന്ത് ചെയ്യാണ്, വെള്ളം കോരിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്, ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീര് ദാശു നീ ഓമലേ തരൂ തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരം നോദിന അല്ലെ. അപ്പൊ എന്താ ചെയ്യണേ ഈ ബുദ്ധഭിക്ഷു, പോയിട്ട് കുറച്ച് വെള്ളം ചോദിക്കുകയാണ്, ദാഹിച്ചു വരികയാണ് അല്ലെ. സുന്ദരി അല്ലെങ്കിൽ എന്താണ് സഹോദരി എന്നാണ് വിളിക്കണേ, സഹോദരി എന്നാണ് വിളിക്കണേ കേട്ടോ. എനിക്ക് ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ് അല്ലെ, ദാഹിച്ച് വലഞ്ഞു വരികയാണ്. അപ്പൊ എനിക്ക് ഇത്തിരി വെള്ളം തരുമോ എന്ന് ദാഹാർത്ഥനായ ദാഹിച്ചു വരുന്ന ആനന്ദൻ ആരോട് ചോദിക്കുകയാണ്, നമ്മുടെ മാതങ്കിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണു, ഇത് കേട്ട് മനോഹരിയായ അല്ലെ സുന്ദരിയായ മാതങ്കി എന്ത് ചെയ്യുന്നു, അമ്പരുന്നു. അവൾ ഞെട്ടിപ്പോയി. എന്തിനാണ് ഇച്ചിരി വെള്ളം ചോദിച്ചതിന് ഇങ്ങനെ ഞെട്ടുന്നത്, എന്തിനായിരിക്കാം? ഇവിടെയാണ് വളരെ പ്രസക്തമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നം ഉള്ളത് അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയുള്ള കാലമായിരുന്നു? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതീയതയും ഒക്കെ ഏറ്റവും എന്താണ് അതിന്റെ പീക്കിൽ നിലനിൽക്കുന്ന കാലമായിരുന്നു അല്ലെ. ജാതിയിൽ താഴ്ന്ന ആളുകൾക്ക് റോഡിൽ കൂടെ നടക്കാൻ, പൊതു ഇടത്ത് കൂടെ നടക്കാൻ അല്ലെ, വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന അല്ലെ, ഏറ്റവും മൃഗതുല്യമായിട്ടുള്ള ജീവിതം ജാതിയിൽ താഴ്ന്ന മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അല്ലെ ഈ ഒരു കവിതയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, താഴ്ന്ന ജാതിയായ നീചജാതിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ കോരിയ വെള്ളം അല്ലെ ഒരു ബുദ്ധഭിക്ഷുവിന് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, മാതങ്കിനെ സംബന്ധിച്ച് അത് വലിയ അപരാധമായിരുന്നു, തെറ്റായിട്ടാണ് അവൾ കണ്ടത് അല്ലെ. അപ്പൊ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അപ്പൊ ഇദ്ദേഹത്തെ നേർക്കുനേർ നിന്നും മിണ്ടാനും പോലും വയ്യാത്ത കാലാണ്. അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക, അദ്ദേഹം എങ്ങനെയാണ് എന്നോട് വെള്ളം ചോദിക്കുക? ആ ഒരു അമ്പരപ്പിലാണ് ആരുള്ളത്, മാതങ്കി ഉള്ളത് അല്ലെ. അപ്പൊ മാതങ്കി എന്ത് ചെയ്യുന്നു, അല്ലലെന്തു കഥയതു കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നിതു. അപ്പൊ മാതങ്കിക്ക് അതൊരു ഷോക്കായി. മാതങ്കി പറയാണ്, അല്ലല്ലത് എന്തൊരു കഷ്ടായി പോയില്ലേ, അല്ലലാലങ്ങ് ജാതി മറന്നു, അങ്ങക്ക് ദാഹിച്ചിട്ട് കണ്ണൊന്നും കാണാൻ വയ്യേ, ജാതി മറന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ നീചനാരിയാണ് അല്ലെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണ്. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലേഴും ആര്യന്മാർ എന്നാണ്. ചൊല്ലേഴും ആര്യന്മാർ എന്ന് ചോദിക്കുകയാണ് ആര്, നമ്മുടെ മാതങ്കി അല്ലെ. അതായത് നീചനാരി, താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ് അല്ലെ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുവോ ആര്, നമ്മുടെ ആര്യന്മാര് അല്ലെ. ബുദ്ധഭിക്ഷു ആയിട്ടുള്ള അങ്ങ്, ആര്യനായ അങ്ങ് അല്ലെ, ജാതിയിൽ ഉയർന്നവനായിട്ടുള്ള അങ്ങ് എന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ പാടുണ്ടോ എന്ന് ആര് ചോദിക്കുകയാണ്, മാതങ്കി ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ ഏറ്റവും നിഷ്കളങ്കമായ ഒരു ചോദ്യമാണത് അല്ലെ. കാരണം ആ കാലഘട്ടത്തിൽ
എന്താണ് ആ ചോദ്യത്തിന് അത്രയേറെ പ്രസക്തിയുണ്ട്. അപ്പൊ ഇന്ന് അതിനില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഈ പറയുന്ന ജാതീയമായിട്ടുള്ള അസമത്വങ്ങളൊക്കെ ഇന്നും എന്താണ് അത്രയേറെ പ്രകടമല്ലെങ്കിൽ പോലും ഇന്നും അതൊക്കെ നിലനിൽക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യാണ് ആശാൻ ആ കാലഘട്ടത്തിലുള്ള ഈ പറയുന്ന ജാതീയമായിട്ടുള്ള അസമത്വങ്ങളെയൊക്കെ അടയാളപ്പെടുത്തിയിരുന്ന ഒരു കാവ്യമായിരുന്നു എന്ന് പറയാണ് കേട്ടോ. കാവ്യമായിരുന്നു ചണ്ടാലഭിക്ഷുകി എന്നുള്ളത് ഒന്നുകൂടെ പറയണം. അതെന്ത് ചെയ്യണം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ജാതിയുമായിട്ട് അല്ലെ എന്താ പറയാ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് വരാം. ഓക്കെ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി. എന്താ പറയുന്നത്? എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അല്ലെ, ഞാനൊരു ചണ്ടാലിയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അല്ലെ. അപ്പൊ എന്താണ് എനിക്ക് വെള്ളം തരാൻ പറ്റില്ല അല്ലെ, ഞാൻ എന്താണ് ചണ്ടാലിയാണ് അല്ലെ, ഗ്രാമത്തിന് പുറത്തിങ്ങ് വസിക്കുന്ന ചാമർ നായകൻ തൻ കിടാത്തി ഞാൻ അല്ലെ, ഞാൻ ഗ്രാമത്തിന്റെ പുറത്ത് താമസിക്കുന്ന ചാമർ അല്ലെ, ചാമർ നായകന്റെ കിടാത്തി പെൺകുട്ടിയാണ് ഞാൻ അല്ലെ, അദ്ദേഹത്തിന്റെ മകളാണ്, ആ ജാതിയിൽ പെടുന്ന പെൺകുട്ടിയാണ്, ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് വെള്ളം തരിക എന്ന് ചോദിക്കുകയാണ്. അപ്പോ നമ്മുടെ ബുദ്ധഭിക്ഷു പറയുന്ന അല്ലെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം എന്താ പറയുന്നത്? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, എന്റെ സഹോദരി പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്റെ ജാതി ചോദിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ ജാതി ചോദിക്കുന്നില്ല. ഞാൻ എന്താ ചോദിക്കുന്നത്? ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്ക് നീ അല്ലെ. ഞാൻ എന്താ ചോദിക്കുന്നത്? വെള്ളമാണ് ചോദിക്കുന്നത് അല്ലെ. പേടിയൊന്നും വേണ്ട, നീ ആ വെള്ളം എനിക്ക് തരൂ, ഞാൻ നിന്റെ ജാതി ചോദിച്ചില്ലല്ലോ എന്ന ആ ഒരു മറുപടിയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എന്താണ് മനുഷ്യർക്കിടയിൽ ആ ജാതി മതഭേദങ്ങളൊന്നുമില്ല അല്ലെ, എല്ലാവരും മനുഷ്യരാണ് എന്ന് പറയുന്ന ആ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ മനോഹരമായിട്ടുള്ള ഒരു വരിയിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആശാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് കേട്ടോ. അപ്പോ ഇതേപോലെ നമുക്ക് പാഠഭാഗങ്ങൾ ഓരോന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്? സെറ്റ് ആക്കേണ്ടതുണ്ട്. ഈ കവിതയുടെ ബാക്കി ഭാഗവും അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരെ ഒന്ന് ആസ്വാദനക്കുറിപ്പ് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതേപോലെ കവിതയുടെ ഓരോ വരികളും അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വരികൾ ഈ കവിതയ്ക്കുള്ളിലുണ്ട് അല്ലെ. അപ്പൊ വരികളും എന്താണ് നമുക്ക് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് കവിത പഠിക്കുക, ഓരോ വരികളിലൂടെയും പഠിക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും ഇത്രയും വരികളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഓൾറെഡി. ബാക്കി നമുക്ക് ഉടനെ തന്നെ നമുക്ക് പഠിക്കണം. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓണപരീക്ഷ അല്ലെ, ഓണപരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇനി തൊട്ട് മുമ്പുള്ള മലയാളത്തിന്റെ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് മലയാളം ഫസ്റ്റിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്, എത്ര പാഠങ്ങൾ നമുക്ക് പഠിക്കണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മളെ മുമ്പിലുള്ളത്. അപ്പൊ നമുക്ക് നല്ല മാർക്ക് തന്നെ എന്ത് ചെയ്യണം, നല്ല ഫസ്റ്റിലും സെക്കൻഡിലും ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിലും നമുക്ക് വാങ്ങേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇനിയും നിഞ്ച ബാച്ചൊക്കെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോഴും നമ്മൾ ഓഫേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് ഇനിയും അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, പഠിക്കാം അല്ലെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.